ലോകം കണ്ട ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം കുടുംബശ്രീക്ക് ഇന്ന് 27 വയസ്സ്. കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അവിടെ നിന്ന് ദേശീയ അന്തർദേശീയ വേദികളിലേക്കും നയിച്ച ആശയം. നവീകരണത്തിന്റെയും വിജയത്തിന്റെയും കഥകളാണ് കുടുംബശ്രീക്ക് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ പറയാനുള്ളത്. സ്ത്രീകൾക്ക് തന്നെ ആത്മവിശ്വാസത്തോടെ സ്വന്തം കാലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒട്ടനവധി ഇന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കി 1998 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീക്ക് രൂപം നൽകുന്നത്. സാമൂഹികപരവും സാമ്പത്തികപരവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനങ്ങളിലൊന്നായി കുടുംബശ്രീ മാറിയിട്ടുണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമായി മാറി നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. അത് എത്രമാത്രം എന്ന് പറഞ്ഞാൽ അതൊരു യുണീക്ക് തന്നെയാണ്. അതിനോട് ഉപമിക്കാനായിട്ട്, അതിനോട് തുല്യമായി കാണിക്കാൻ നമുക്ക് മറ്റൊരു പ്രസ്ഥാനം ഇല്ല എന്ന് തന്നെ പറയാം. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വട്ടിപ്പലിശക്കാർ വീടുകൾ കയറിയിറങ്ങിയ കാഴ്ചകൾക്ക് ഒരു പരിധിവരെ അവസാനമിട്ടത് കുടുംബശ്രീയുടെ വരവോടെയാണ്. ആഴ്ചതോറുമുള്ള നിക്ഷേപം വഴി നാമമാത്ര പലിശകൾക്ക് വായ്പ നൽകാൻ വീട്ടുമുറ്റത്തെ ഈ ബാങ്കിനായി. 1/4 നൂറ്റാണ്ടിനുള്ളിൽ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡാകാൻ കുടുംബശ്രീക്കായി. കുടുംബശ്രീയെ ലക്ഷ്യമിട്ട് സർക്കാർ ആരംഭിച്ച വനിതാ ഹോട്ടൽ തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഇന്ന് നിരവധിയായ സ്ത്രീകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വനിതാ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അത്രയേറെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് കുടുംബശ്രീക്കുണ്ടെന്ന് നിസ്സംശയം പറയാം. പല മേഖലകളിലും ശോഭിക്കാൻ ഇന്ന് അവർക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ കലകളും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല അഭിരുചികൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കുടുംബശ്രീ എന്ന സംഘടനാ സംവിധാനം കൊണ്ട് സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഓക്സിലറി ഗ്രൂപ്പ്, ബാലസഭ, അതുപോലെ തന്നെ വയോജന സംഗമങ്ങൾ, തലമുറ സംഘമായിട്ട് നമ്മൾ നടത്തി. അപ്പോൾ അതിലൊക്കെ മാറ്റം അവർ ആടാനും പാടാനും അവരുടെ ജീവിതത്തിൽ സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്കിന്ന് കുടുംബശ്രീ വഴി നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. EK നായനാർ സർക്കാരാണ് ഈ മഹത്തായ സംരംഭത്തിന് തുടക്കമിട്ടത്. ഡോക്ടർ TM തോമസ് ഐസക്, SM വിജയാനന്ദ്, ഡോക്ടർ പ്രകാശ് ബക്ഷി എന്നിവരടങ്ങുന്ന കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1997-98 സംസ്ഥാന ബജറ്റിൽ കുടുംബശ്രീയുടെ രൂപീകരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞ പുരുഷന് ഒരു ഇതുണ്ട്, സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല. അതിൽ നിന്നൊക്കെ എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ന് സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ പൊതുരംഗത്ത്, സ്ത്രീകളാണ്. ഈ കുടുംബശ്രീ പ്രസ്ഥാനം വന്നതോടുകൂടി തന്നെയാണ് സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങിയതും എല്ലാ മേഖലകളിലും സ്ത്രീകൾ എത്തിപ്പെട്ടതും. അതോടൊപ്പം തന്നെ സ്ത്രീ വെറുതെ എത്തിപ്പെടുക എന്ന് മാത്രമല്ല, അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും മറ്റ് സാമൂഹ്യമായുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം ഈ ഒരു കുടുംബശ്രീ പ്രസ്ഥാനം വന്നതോടുകൂടി വന്ന മാറ്റം അത്രത്തോളം ഉണ്ട്. അത് എത്ര എന്ന് അളവറ്റ അത് തന്നെ എന്ന് തന്നെ പറയാം നമുക്ക്. മലപ്പുറം ജില്ലയിൽ 33,512 അയൽക്കൂട്ടങ്ങളിലായി 5,41,788 പേരും 1,407 ഓക്സിലറി ഗ്രൂപ്പുകളിലായി 16,884 പേരും നിലവിൽ കുടുംബശ്രീ അംഗങ്ങളായിട്ടുണ്ട്. നമ്മളെ കുട്ടികൾക്ക് പരീക്ഷയോട് സംബന്ധിച്ചിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ രക്ഷിതാക്കള് ഡയറക്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കൗൺസിലറെ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അത് ഇത്ര രൂപ കൊടുത്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സേവനങ്ങളിലെല്ലാം നമ്മളെ കുടുംബശ്രീ നമ്മൾ ഇവിടുന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീ സംസ്ഥാന മിഷനും വിവിധ ജില്ലാ മിഷനുകളും ചേർന്ന് വ്യത്യസ്തമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിംഗ് തുടങ്ങി സർവോന്മുഖ മേഖലകളിലും കുടുംബശ്രീ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. 27 വർഷത്തിന്റെ മാറ്റം ചെറുതല്ല. സമൂഹത്തെ നയിക്കാൻ സ്ത്രീകൾ മുൻനിരയിൽ തന്നെയുണ്ട്.